ഹലോ കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും, എനിക്ക് പറ്റത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറ്റത്തില്ല. കാരണം ഇപ്പോഴും മഴയും വെള്ളമോട്ടൊക്കെ പിടിച്ചിരിക്കുമ്പോൾ എന്ത് വീഡിയോ ചെയ്യാനാണ്. ചെയ്യണവരുണ്ട്, പക്ഷേ എനിക്കത് പറ്റാത്തത് കൊണ്ടിട്ടാണ്. അതുകൊണ്ടിട്ട് ഞാൻ വീട്ടിൻ്റെ മൂലയ്ക്കകത്തുനിന്ന് വെളിയിൽ ഇറങ്ങണില്ല എന്ന് വിചാരിക്കല്. ആവശ്യത്തിന് ഇറങ്ങുന്നുണ്ട്, കടയിൽ പോകുന്നുണ്ട്, വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, ലൈവ് പോകുന്നുണ്ട്, ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് എന്തോ മനസ്സ് ഭയങ്കര വിഷമം തോന്നി. എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ല. പക്ഷേ നമ്മളെ മനസ്സിൽ ഒരുപാട് കണ്ടൻറ്റ് ഉണ്ട്, എനിക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് ചെയ്യേണ്ട ഒരു ഇതില്ലാത്തതുകൊണ്ടിട്ടാണ്. പക്ഷേ എന്തോ ഇന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഗൈസ്. അതുകൊണ്ടിട്ട് ഇന്ന് എനിക്കൊരു വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനിത് ഇറങ്ങിയത്. പക്ഷേ വീഡിയോ ഇട്ടല്ല, ഇങ്ങനെ കാര്യം പറയാനായിട്ട് നമുക്ക് നടന്ന് വീഡിയോ എടുക്കേണ്ട ഒരു ഇതില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഒരിടത്ത് ഇരുന്ന് പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് അത്രയ്ക്ക് വിഷമം, നമ്മൾ മനസ്സ് കരയും കേട്ടോ. അതൊക്കെ വിചാരിക്കുമ്പോഴേ സങ്കടം കൊണ്ട് എനിക്ക് മനസ്സുകൊണ്ടങ്ങ് പിടയ്ക്കുവാണ്. കാരണം മനസ്സ് പിടച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമം, ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. നമ്മളെ നാട് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങ് തീരാറായി. നമ്മൾ ഈ ജനങ്ങൾ മൊത്തം തീരാറായി. അത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ നാടിൻ്റെ ദുരാവസ്ഥ കുറേ വർഷം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-20 വർഷം, അതായത് 20 വർഷത്തോളമായി നമ്മൾ ആദ്യത്തെ അനുഭവം വന്നത്. സുനാമി എന്ന് പറഞ്ഞൊരു അനുഭവം വന്നു. കേരളത്തിലെ ഒട്ടനവധി ജനങ്ങളും അതിൽ നഷ്ടപ്പെട്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഉരുൾപൊട്ടൽ വന്നു. അതിനു മുമ്പ് നമ്മുടെ ഒരു സഹോദരൻ മരിച്ചു, മണ്ണിൽ വെള്ളത്തിനടി. ആരും മറക്കത്തില്ലല്ലോ അർജുനൻ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഉരുൾപൊട്ടൽ വന്ന് അതിൽ ഒരുപാട് ജനങ്ങൾ അതിൽ നഷ്ടമായി. ആ ദുഃഖം പോലും നമ്മൾ മറന്നിട്ടില്ല. അതിനിടയ്ക്ക് വെച്ച് കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അവിടെ ഇവിടെയായിട്ട് ഒരുപാട് കുഞ്ഞു മക്കളുടെ സംഭവം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പം അതെല്ലാം നമ്മളെ ഒരു സ്ത്രീയായ ഒരു അമ്മയായ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നിനും പ്രതികരിക്കണില്ല, ഒരു വീഡിയോ പോലും ചെയ്യണില്ല, ശരി തന്നെയാണ്. പക്ഷേ മനസ്സുകൊണ്ട് നമുക്കത് വിഷമമുണ്ട്. അതിങ്ങനെ ഇരിക്കുമ്പോഴും നമ്മളെ കടലിൽ നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കണവരാണല്ലോ. അപ്പോൾ നമുക്ക് മീൻ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണ്. ഇപ്പം എല്ലാവരും മീൻ കഴിച്ച് തുടങ്ങി. കാരണം മീൻ കഴിക്കാത്ത ആൾക്കാർ വരെ ഇപ്പം മീനും മുട്ടയും ഇറച്ചി എല്ലാം കഴിച്ച് തുടങ്ങി. അപ്പം നമുക്കത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിക്കാത്ത, മീനെന്ന് പറഞ്ഞാൽ തൊടാത്ത ആൾക്കാർ മീൻ കഴിച്ച് തുടങ്ങി. അപ്പോൾ അത്രയ്ക്ക് മീൻ ഒഴിച്ചു കൂട്ടാൻ പറ്റാതെ, മീനിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതുവരെ മനുഷ്യനിൽ ഇത് നിഷിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം കണ്ടെയ്നർ മറിഞ്ഞ പേരും പറഞ്ഞ് കുറച്ച് നാൾ അതങ്ങനെ. അത് കഴിഞ്ഞ് കപ്പൽ കത്തി, കടലിൽ വെച്ച് കപ്പൽ തീ കത്തി, അതങ്ങനെ. അപ്പോൾ ഇതെല്ലാം ഒരു ദുഃഖഭാരമായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ഭാരം കൊണ്ട് ദൈവം തന്നിരിക്കുകയാണ്. കാരണം അത് നമ്മുടെ സഹോദരങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത 100-300 സഹോദരങ്ങൾ, അതിൽ ഒരാൾ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു യാത്രയിലും അങ്ങനെ അവരുടെ ജീവിതം ഇന്നലെ രാത്രി, അത് കേരളം എന്നല്ല, ഇന്ത്യ കണ്ട വലിയൊരു സംഭവമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു അപകടം നടന്ന ഒരു ദിവസമാണ് ഇന്നലെ, അല്ലേ? ആ ഒരു അപകടം നടന്നപ്പോൾ മനസ്സിൽ നമുക്കത് ഭാരമാണ്. കാരണം എനിക്ക് ഭയങ്കര വിഷമവും സങ്കടം വരും. കാരണം ആദ്യം കപ്പൽ കത്തി, രണ്ടാമത് വിമാനം കത്തി. അടുത്ത് എന്താ നാട്ടിൽ സംഭവിക്കാൻ? ഇനി ഉണ്ടെങ്കിൽ ബസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആകുന്നുണ്ട്. പക്ഷേ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഒരു അപകടവും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണില്ല ഗൈസ്. മനസ്സ് സങ്കടം കൊണ്ട് നിറയാണ്. കാരണം ദൂരെ നാട്ടുകളിൽ ഇരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. നമ്മളിപ്പോൾ അതൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമവും സങ്കടമാണ്. തമാശയ്ക്ക് പോലും ആരും എന്ത് പറഞ്ഞാലും നമുക്കത് വിഷമമായിട്ട് തോന്നും ഗൈസ്. അപ്പോൾ എനിക്കൊരു ചെറിയ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഇട്ടില്ലെങ്കിൽ ഞാനൊരു പെണ്ണല്ല, ഞാനൊരു സ്ത്രീയല്ല, ഞാനൊരു അമ്മയല്ല, ഒരു ഭർത്താവ്, ഒരു ഭാര്യയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോൾ. കാരണം എൻ്റെ അണ്ണനും അന്നനാട്ടിൽ ജോലി ചെയ്യണം മനസ്സിൽ. അപ്പോൾ അത് നാട്ടിൽ വരാറാകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഒരു അപകടം നടക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നെപ്പോലെ എത്ര ഭാര്യമാർ, എത്ര അമ്മമാർ, എത്ര സഹോദരിമാർ, എത്ര കൂടപ്പറപ്പുകൾ ഒത്തിരി നാട്ടിലുണ്ടെന്ന് പറയും. അവരെല്ലാം മനസ്സിൽ തീയാണ്. നമുക്കപ്പം എന്ത് പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല. അപകടങ്ങൾ മുൻകൂട്ടി കണ്ടതുപോലെ ആവും നമ്മളെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ വരാൻ മുൻകൂട്ടി ദൈവം നമുക്കറിയത്തില്ല, ദൈവത്തിനറിയാം, ഭഗവാന് പണ്ടറിയാം കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
മുറയില്ലാതെ മക്കളെ കൊല്ലുന്നു, മുറയില്ലാതെ മക്കൾ ഗർഭിണിയാവുന്നു, മുറയില്ലാതെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, മക്കൾ കയറി ചാവുന്നു, അങ്ങനെ പല കാഴ്ചകളുണ്ട്. അപ്പം നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. എനിക്കിതിൽ അതിയായ സങ്കടവും ദുഃഖവും, നമുക്ക് കരഞ്ഞിരുന്നോണ്ട് പറയേണ്ട നമുക്ക് കണ്ണീരുണ്ട്, ഉള്ളു കരയുന്നുണ്ട്, എല്ലാവരും ഉള്ളും കരയുന്നുണ്ട്. എനിക്ക് സങ്കടം വിങ്ങിപ്പൊട്ടുവാണ്. കാരണം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിപ്പോയി. കാരണം അപകടങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ഇട്ടെങ്കിലും ഇട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാ ഒരു ചാനൽ തുടർന്ന് കൊണ്ടുപോകണമെന്ന് എനിക്കറിയത്തില്ല. എല്ലാ ചാനലിൽ കൂടെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല ഗൈസ്, പറയാൻ പറ്റാത്ത രീതിയിൽ വിഷമം ഉള്ളതുകൊണ്ടിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മുടെ വിമാന ദുരന്തം ഇന്നലെ സംഭവിച്ചത്. അത് ഒരിക്കലും ഒരു കാലത്തും മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതുകൊണ്ടിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രണാമം അർപ്പിക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ട് കണ്ണീരോട് കൂടി അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കൊരു പ്രണാമം അർപ്പിക്കാം ഗൈസ്. അപ്പം നമ്മുടെ നാട് നശിച്ചുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷ ഇനി ആർക്കും വേണ്ട, മനസ്സിൽ പോലും ആർക്കും വേണ്ടാത്തൊരവസ്ഥ എത്തിക്കഴിഞ്ഞു. കാരണം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലെത്തി നമ്മൾ. അപ്പം എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഗൈസ്. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല, എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്ക് ഇന്നലെ ഉറക്കം നഷ്ടപ്പെട്ടു. എന്നെ വാർത്ത ചാനൽ തുറക്കുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ്, മൊബൈൽ ഇത് തന്നെയാണ്, പത്രത്തിൽ ഇത് തന്നെയാണ്. മനുഷ്യൻ്റെ അവസ്ഥകൾ കണ്ട്, കത്തിക്കരിഞ്ഞ ശവങ്ങൾ കണ്ട് മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. അപ്പം ഞാൻ ഇത്രയെങ്കിലും എനിക്കൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സമാധാനമാവത്തില്ല. ഒരു സമാധാനം കിട്ടത്തില്ല ഗൈസ്. സമാധാനം കിട്ടത്തില്ല. വാക്കുകൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം പറയുമ്പോഴത്തേക്ക്. കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇതെങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് അത്രയ്ക്കും വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ എനിക്കിപ്പോൾ അറിയാവൂ. എനിക്കത് മാത്രമേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകിലും എല്ലാവരും ഉള്ളവർ സന്തോഷത്തോടെ ജീവിക്കുക. നിമിഷങ്ങളും മിനിറ്റുകളൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയൊരു പൊട്ടിത്തെറിയിൽ മനുഷ്യൻ തീരാനുള്ളത്. അതുകൊണ്ട് ആരും മനസ്സിൽ വിദ്വേഷവും വിരോധവും ഒന്നും വച്ച് പുലർത്തരുത്. എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നല്ലൊരു ദിവസം നേർന്നുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇരുകൈയും കൂപ്പി പ്രണാമം അർപ്പിക്കാം കൂട്ടുകാരെ. അത്രയേ ഉള്ളൂ.